ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിങ്. പ്രോപ്പറായി ചിലവ് കുറഞ്ഞ മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ ചെയ്യാം, ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കൂടാതെ ചെയിൻ എങ്ങനെ പുതിയതായി നിലനിർത്താം. വീഡിയോയിലേക്ക് പോകാം. എഞ്ചിന്റെ പവർ ബാക്ക് വീലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ചെയിൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ചെയിൻ. അത് ശരിയായ ഇടവേളകളിൽ ക്ലീനിങ് ലൂബിങ് ചെയ്തില്ലെങ്കിൽ തന്നെ അതിന്റെ ലൈഫിനും വണ്ടിയുടെ പവറിനെയും മൈലേജിനെയും ബാധിക്കും. കൂടാതെ ചെയിനിന്റെയും സ്പോക്കറ്റിന്റെയും തേയ്മാനം കൂട്ടുകയും സൗണ്ട് അനുഭവപ്പെടാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ഘടകമാണ് ചെയിൻ. എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷൻ ചെയ്യാം നോക്കാം. ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യണം. അതിൽ പറ്റിയിരിക്കുന്ന ചളിയും മണലും മാറ്റിയില്ലെങ്കിലും തേയ്മാനം കൂടും. നോർമലായിട്ട് ലൂബ് ചെയ്യുമ്പോൾ പിന്നിലെ സ്പോക്കറ്റും ചെയിനും ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഒരു 4000-5000 കിലോമീറ്റർ ആവുമ്പോൾ ഇന്നർ സ്പോക്കറ്റ് അഴിച്ച് അവിടെ ക്ലീൻ ചെയ്യണം. CD100 ബൈക്കുകളിൽ ഇതുപോലെ 2 ഗാർഡുകൾ വരും. ഈ ഗാർഡുകൾ റിമൂവ് ചെയ്താൽ മാത്രമേ ക്ലീനിങ്ങും ലൂബിങ്ങും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10-ന്റെ ടീ ഉപയോഗിച്ച് ഇതുപോലെ റിമൂവ് ചെയ്താൽ മതി. 10-ന്റെ ടീ ഇല്ലെങ്കിൽ റിങ് ആയാലും കുഴപ്പമില്ല, ടീ ആയിരിക്കും ഒന്നും കൂടി എളുപ്പം. ഇതേപോലെ 4 സൈഡിൽ സ്ക്രൂ ഇളക്കി മാറ്റുക. ഇളക്കി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ഗാർഡാണ്. അപ്പോൾ ഊരുമ്പോൾ നിലത്ത് വീഴാൻ ഇതേപോലെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടിയിലത്തെ ഗാർഡ് ഇളക്കി മാറ്റിയതിന് ശേഷം ഇതുപോലെ മുകളിലത്തെയും ഗാർഡ് ഇളക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് ഊരേണ്ടത് ഗിയർ ഷിഫ്റ്ററാണ്. ഇതേമാതിരി 10-ന്റെ റിങ് ഉപയോഗിച്ച് ലിവർ ഇളക്കി മാറ്റുക. ടീ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേമാതിരി പതുക്കെ തിരിച്ച് ഇളക്കിയെടുക്കാം. ബോൾട്ട് ഊരിയതിന് ശേഷം ഇതേപോലെ ഷെയ്ക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ലിവർ സിമ്പിളായിട്ട് കയ്യിൽ കിട്ടും. ഗിയർ അയച്ചതിന് ശേഷമേ കവർ റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. 8mm ടീ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ബോൾട്ട് 4 സൈഡെത്തിയും ഊരിടുക. റിമൂവ് ചെയ്യാത്ത വണ്ടികളിലൊക്കെ കുറച്ചധികം ടൈറ്റ് ആവും. കുറച്ച് ബലം പ്രയോഗിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഊരി കിട്ടും. അപ്പോൾ 4 സൈഡെത്തിയും നമുക്ക് റിമൂവ് ചെയ്യാം. ഇതും ഊരുമ്പോൾ ശ്രദ്ധിച്ചൂര. ഇളക്കി മാറ്റാനിടയിൽ കവർ നിലത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. പതുക്കെ ശ്രദ്ധയോടുകൂടി റിമൂവ് ചെയ്യാം. ചെയിൻ ക്ലീൻ ചെയ്യുന്ന മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയറിട്ട് ചെയ്താൽ ക്ലീനിങ് വേഗം നടക്കുന്നു കരുതി അങ്ങനെ ആരും ചെയ്യരുത്. ക്ലീൻ ചെയ്യുന്ന ഇടയിൽ പോക്കറ്റിൻ്റെയും ചെയിൻ്റെ ഇടയിൽ വിട്ട് വിരലോ കയ്യോ മുറിഞ്ഞു പോകാം. നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലീനിങ് ചെയ്യരുത്. ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിവിടെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് 90 ഗ്രേഡിയൻ്റെ ഓയിലും ഡീസലാണ്. ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ നോക്കണം. 90 ഗ്രേഡിൻ്റെ ഗിയർ ഓയിലും ഡീസലും തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്യുക. ഡീസൽ സെപ്പറേറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓറൻസ് ഡാമേജ് ആവും. അതുപോലെ പെട്രോൾ ഉപയോഗിച്ചും ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളുണ്ടാക്കിയ ലിക്വിഡ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. തൽക്കാലത്തേക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ചെയിൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് അടിയിൽ പേപ്പർ കാര്യങ്ങളൊക്കെ വിരിച്ച് ശരിയാക്കുക. അപ്പോൾ നിലം കാര്യങ്ങളൊന്നും വൃത്തികേടാവില്ല. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതിനൊക്കെ നല്ല രീതിയിൽ കുത്തിയെടുക്കുക. ലിക്വിഡ് ബ്രഷിൽ മുക്കി നമുക്ക് അപ്ലൈ ചെയ്യാം. 3 സൈഡും ടീത്തുള്ള ബ്രഷായിരിക്കും ഒന്നുകൂടി ബെറ്റർ. വർക്കൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യുക. അതിനോടൊപ്പം ടയറും റൊട്ടേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും. അതൊരു തുണി വെച്ച് തുടച്ചെടുക്കുക. ഇങ്ങനെ 2-3 തവണ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ പെർഫെക്റ്റ് ഓക്കെ ഉണ്ടാവും.
ലൂബ് ചെയ്യുമ്പോഴെല്ലാം ഇതേമാതിരി ക്ലീൻ ചെയ്യണമെന്നില്ല. നല്ല രീതിയിൽ ഡേർട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതേമാതിരി ക്ലീൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് തുണി കൊണ്ട് ഒന്ന് തുടച്ചാൽ മതി. ഇനി ലൂബിങ് ചെയ്യാം. മുടി കൊണ്ടുള്ള ലൂബാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടിൽ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇതിൽ കാണുന്ന മതി സ്പ്രേ ചെയ്ത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ചെയിൻ മുഴുവനായിട്ട് റൊട്ടേറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുള്ള ലൂബ് നല്ല രീതിയിൽ വേസ്റ്റായി പോകുന്നുണ്ട്. ലൂബിങ് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ലിവറിൻ്റെ പൊസിഷൻ കറക്റ്റ് രീതിയിൽ വെച്ച് ഫിറ്റ് ചെയ്യുക. ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഹവറിന് ശേഷം വണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഒന്ന് നല്ല രീതിയിൽ സെറ്റാവാണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ തലേ ദിവസം ചെയ്യണതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം.